ഹലോ, വെൽക്കം ടു ലീഗൽ ബ്രീഫ്. സ്യൂട്ട് ബൈ ഇൻഡിജന്റ് പേഴ്സൺ. ഇൻഡിജന്റ് പാപ്പരായ ആള്, പൈസ ഇല്ലാത്ത ആൾക്കാർ. ഓർഡർ 33-ലാണ് സ്യൂട്ട് ബൈ ഇൻഡിജന്റ് പേഴ്സണെ കുറിച്ച് പറയണത്. ഈ എന്താണ് കോർട്ട് ഫീസ് ഒന്നും അടയ്ക്കാൻ പറ്റാത്ത ഒരാളെയാണ് ഈ ഇൻഡിജന്റ് പേഴ്സൺ എന്നൊക്കെ പറയണത് ഇവിടെ. എന്താണ്, ഇയാളുടെ കയ്യിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള മീൻ ഇല്ല, അതായത് പൈസ ഇല്ല, റീസണബിൾ ആയിട്ടുള്ള അസറ്റ് ഇല്ല, അതുപോലെ തന്നെ കോർട്ട് ഫീ അടയ്ക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഇയാൾക്ക് 1000 രൂപയിൽ കൂടുതൽ വരുമാനം ഇല്ല ഒരു വർഷത്തിൽ. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്ത് ഇൻഡിജന്റ് പേഴ്സൺ എന്ന് പറയുന്നത്. ഈ ഇൻഡിജന്റ് പേഴ്സൺ ആയ ആപ്ലിക്കേഷൻ കൊടുക്കണം കോടതിയിൽ. ഇതിൽ കോസ് ഓഫ് ആക്ഷൻ, റിലീഫ്, അസറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. പിന്നെ ഈ ആപ്ലിക്കേഷൻ ചില കാരണത്താൽ കോടതിക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇൻഡിജന്റ് പേഴ്സൺ അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. പിന്നെ ഇയാള് കള്ളത്തരം വഴി 2 മാസത്തേക്ക് ഫ്രോഡിലൻലി പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിരിക്കുക, അതായത് ഈ കോടതിയുടെ മുമ്പാകെ ഇയാൾ പാപ്പരാണ്, കോടതിയുടെ ഫീസ് ഒന്നും അടയ്ക്കാൻ വഴിയില്ല എന്ന് കാണിക്കാനായിട്ട് ഇയാൾ 2 മാസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്ക് ഇയാളുടെ പ്രോപ്പർട്ടിയൊക്കെ വേറൊരാളുടെ പേരിൽ ഫ്രോഡിലൻലി ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. പിന്നെ ഇതിൽ പ്രത്യേകിച്ച് കോസ് ഓഫ് ആക്ഷൻ ഇല്ല, ഈ സ്യൂട്ടിൽ പ്രത്യേകിച്ച് കോസ് ഓഫ് ആക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിലും ഈ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. പിന്നെ ആപ്ലിക്കേഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലും റിജക്റ്റ് ചെയ്യും. പിന്നെ ഇയാളുടെ കേസിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ് എന്നുണ്ടെങ്കിലും ഇയാളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുക. അതായത് ഇയാളായിരിക്കും ഒരു കേസ് കൊടുത്ത, പിന്നെ ഇയാൾക്ക് മതിയായി വേറൊരാൾക്ക് ഇയാൾ ഈ കേസിന്റെ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തു, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. പിന്നെ ഒരു പക്ഷെ ഈ കേസിൽ, അതായത് കേസ് നടക്കുന്ന സമയത്ത് ഇൻഡിജന്റ് പേഴ്സൺ ആണ് കേസ് എന്താണ് ഇത് ഒപ്പോസ് ഒക്കെ ചെയ്ത് ജയിച്ചു, കേസ് ജയിച്ചത് ഇൻഡിജന്റ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ കോടതി ഫീസൊക്കെ ഡിഫൻഡന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കൊടുക്കേണ്ടി വരുന്നത്. ഇനി അഥവാ ഇൻഡിജന്റ് പേഴ്സൺ ആണ് തോറ്റത്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇൻഡിജന്റ് പേഴ്സണിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് എടുത്തോളൂ എപ്പോഴെങ്കിലും. ഇതാണ് സ്യൂട്ട് ബൈ ഇൻഡിജന്റ് പേഴ്സണെ കുറിച്ച് CPCയിൽ പറയണത്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.